അസ്സലാമു അലൈക്കും. ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റും ഡേറ്റും വെച്ചിട്ട് ഒരു ടീ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും ഓർഡർ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു കപ്പ് മൈദ എടുത്തത്, 1.5 കപ്പ് മൈദ കേട്ടോ. പിന്നെ ഞാൻ 2 കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഞാൻ 3 കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കിൻ്റെയാണ് ഞാൻ പറയണത് കേട്ടോ. 3 കപ്പ് മൈദ എടുക്കണം നമുക്ക്. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റും ഡേറ്റും വെച്ചിട്ട് നല്ലൊരു ടീ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. 3 കപ്പ് മൈദ എടുത്തു, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നട്ട്മഗ് ഉണ്ടല്ലോ, ജാതിക്ക, അതൊരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് അതിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അതിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സീവ് ചെയ്ത് വെക്കുന്നുണ്ട് മൈദ. പിന്നെ ഞാൻ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നല്ല പ്ലഫി ആയിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്, 1 കപ്പ് ബ്രൗൺ ഷുഗർ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലും ബനാന കേക്കിലൊക്കെ കാരമൽ ചെയ്യണത് ഷുഗർ. അപ്പോൾ 1 കപ്പ് ഷുഗർ എടുത്തിട്ട് കാരമൽ ചെയ്തിട്ടുണ്ട്. ഒരു കേക്കിനാണെങ്കിൽ 1/2 കപ്പ് മതി. ഞാനിതിൽ 2 കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഷുഗർ കാരമൽ ചെയ്തിട്ട് 1 കപ്പ് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് നമുക്ക് കിട്ടണം. അങ്ങനെ ഞാൻ 1 കപ്പ് കാരമൽ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇത് കണ്ടോ, 1 കപ്പ് ഇപ്പോൾ കാരമൽ ചെയ്ത് കിട്ടിയതാണത്, 1 കപ്പ് അത് ഒഴിച്ചു കൊടുത്തു. 1 കപ്പ് ഓയിലും, 1 കപ്പ് ഓയിൽ, 1 കപ്പ് കാരമൽ ഷുഗർ ഇട്ടിട്ടാണ് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തത്. അതിൻ്റെ ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തപ്പോൾ 1 കപ്പ് കാരമൽ ഷുഗറും എഗ്ഗും കൂടി ബീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഓയിൽ 1 കപ്പും 1 കപ്പ് കാരമൽ ചെയ്ത ഷുഗറും കൂടി ഇട്ട് കൊടുത്തത്. ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം 2 ടീസ്പൂൺ വാനില ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് പതുക്കെ മൈദ ഇട്ട് പതുക്കെയാണ് ഇളക്കണത് കേട്ടോ. അത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ് വീഡിയോ. ഞാൻ പതുക്കെയാണ് സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണത്, അല്ലെങ്കിൽ ബാറ്റർ താഴ്ന്നു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. അങ്ങനെ ഞാൻ കൂടെ തന്നെ ക്യാരറ്റും ഡേറ്റും വെച്ചിട്ട് ഞാൻ കണ്ടോ പതുക്കെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതാണ് ആദ്യം. ഞാൻ പതുക്കെ ഇളക്കിയിട്ട് ബാറ്റർ താവാതെ ഇളക്കി കൊടുക്കണം. നല്ല അടിപൊളി ടീ കേക്കാണ് കേട്ടോ. പിന്നെ ഹെൽത്തി ആണല്ലോ കുറച്ചൊക്കെ. മൈദ മാത്രമേ ഉള്ളൂ, മൈദക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഞാനത് സെയിൽ ചെയ്യാനുള്ളതുകൊണ്ടാണ് മൈദ ഇട്ട് ചെയ്യണത്. അങ്ങനെ ഞാൻ ചെറിയ പാനിൽ 5 ഇഞ്ചിൻ്റെ ചെറിയ മോൾഡ് ഉണ്ട്, അതിൽ ഞാൻ 2 എണ്ണം ഒഴിക്കുന്നുണ്ട്. ചെറിയ 250 ഗ്രാം വെച്ചിട്ട്. ബാക്കി 3 എണ്ണം 1/2 kg വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കണത് കേട്ടോ. 1/2 kgക്ക് നമ്മൾ ഒരു 600 ഗ്രാം വെച്ചിട്ട് ഒഴിച്ചാലുള്ളൂ നമുക്ക് 1/2 kg ഇത് കുക്കായി കിട്ടുമ്പോൾ 1/2 kg ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്തത്, ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ 10 ഇഞ്ചിൻ്റെ പാനിലാണ് ഒഴിക്കേണ്ടത്. അതെല്ലാം നമ്മൾ 1 കേക്കിൻ്റെ റെസിപ്പിയാണ് എടുക്കണമെന്ന് വെച്ചാൽ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് കാരമൽ, 1/2 കപ്പ് ഓയിൽ, 1/2 കപ്പ് കാരമൽ ചെയ്ത ഷുഗർ. അത് മറ്റേത് കാരമൽ ഷുഗർ വേറെയാണ് കേട്ടോ. കാരമൽ ചെയ്ത ഷുഗറും ഇതൊക്കെ 1/2 കപ്പ് വെച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, അത് 250ൻ്റെ പേപ്പർ മോൾഡാണ്. അതിലേക്ക് ഞാൻ 2 250 വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 എണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ 7 ഇഞ്ചിൻ്റെ പാനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 കേക്കിന് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുകയാണിത്. ബാക്കിയൊക്കെ ഞാൻ ഓവനിലാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് വേണ്ടവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം, വാട്സപ്പിൻ്റെ. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാവിധ കേക്ക്സും പുഡിങ്സും എന്താ പറയുക, കുനാഫ ചോക്ലേറ്റ്, അങ്ങനെ ഒരു വിധമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.
പിന്നെ ഞാനിതിൽ ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാറ്ററിലും ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ക്യാഷ്യൂം റീസിൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൊള്ളൂട്ട വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.